ഏവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ദിവസം പതിവ് പോലെ യേശുവിൻ്റെ പഠിപ്പീരുകളെ ആസ്പദമാക്കി ചില ചിന്തകൾ പങ്കിടുക എന്ന നമ്മുടെ കീഴ്വഴക്കം തെറ്റിക്കാതെ ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് കേന്ദ്രബിന്ദുവായി യേശുവിൻ്റെ ചില വാക്കുകൾ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 19-ാം അധ്യായം ഞാൻ വായിക്കട്ടെ. പിന്നെ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്ത്, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? യേശു പറഞ്ഞു. നാം ഇവിടെ ശ്രദ്ധ പൂർണ്ണമായും കേന്ദ്രീകരിക്കേണ്ടത് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന ഭാഗമാണ്. കാരണം ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് അറിയാൻ വളരെ താല്പര്യപ്പെട്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അക്കാലത്ത് അറിയാവുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടെ വ്യാപകവും വ്യക്തവുമായ ധാരണ പ്രാപിപ്പാൻ ഇടയായ സന്തോഷത്തിലും കൂടെയാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് യേശു പറഞ്ഞപ്പോൾ അതുകൊണ്ട് യേശു ഉദ്ദേശിച്ചത് എന്തായിരുന്നു? ഇവിടെ ആമുഖമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, 4 സുവിശേഷങ്ങളുണ്ടെങ്കിലും ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് 2 സുവിശേഷങ്ങളിൽ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മാത്രമാണ്. മത്തായിയുടെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും അങ്ങനെയില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ വിശദമാണ്, വ്യക്തമാണ്. ഇത് ആമുഖമായെന്ന് സൂചിപ്പിക്കുന്നു. കൂടുതലായി വിശദീകരിക്കാൻ പോകാൻ സമയം കൈവിട്ടു പോകുമല്ലോ. ഇവിടെ ആദ്യമായി നമുക്ക് ഓർമ്മ എന്ന ആശയത്തെ അല്പം മനസ്സിലാക്കാൻ ശ്രമിക്കാം. നാം അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമുക്ക് പരിചിതമായ പല വാക്കുകളുടെയും അർത്ഥം നേരിയ വിധത്തിൽ നമുക്കറിയാമെങ്കിലും അതിൻ്റെ ആശയ സാന്ദ്രത അല്ലെങ്കിൽ അവയുടെ ആശയ സാന്ദ്രത വേണ്ടതുപോലെ നമുക്കറിവില്ല. ഇത് നാം എപ്പോഴും നമ്മെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഓരോ പ്രത്യേകിച്ച കാതലായ വാക്കുകൾ നാം ഉപയോഗിക്കുമ്പോൾ അവയുടെ പിന്നിലുള്ള അർത്ഥതലങ്ങൾ കൂടെ മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ വ്യക്തമായി ചിന്തിക്കുവാനും സത്യത്തോട് കുറച്ചുകൂടെ അടുക്കുവാനും നമുക്ക് സാധിക്കും. എന്തുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഓർമ്മ എന്ന വാക്കറിയാൻ വയ്യാത്ത ആരും തന്നെ ഇല്ല എങ്കിലും ഞാൻ ഇനിയും ഓർമ്മയെപ്പറ്റി വെളിപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങൾ അധികം ആളുകൾക്കും ഒരു പക്ഷേ പരിചിതം ആയിരിക്കാൻ വഴിയില്ല എന്നതാണ് എൻ്റെ ധാരണ. അത് തെറ്റിദ്ധാരണയാണെങ്കിൽ ഞാൻ മുന്നമേ മാപ്പ് ചോദിക്കുന്നു. അങ്ങനെ എൻ്റെ തെറ്റിദ്ധാരണയാണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ അതിൽ കൂടുതൽ സന്തോഷിക്കണം. കാരണം ഞാൻ സ്നേഹിക്കുന്ന നിങ്ങളേവരും പല കാര്യങ്ങളും തിരിച്ചറിയുന്നതിൽ വളരെയധികം മുൻപോട്ട് പോയിരിക്കുന്നു എന്നത് എപ്പോഴും സന്തോഷത്തിന് കാരണമാണ്. അപ്പോൾ ആദ്യമായി ഓർമ്മയെപ്പറ്റി നാം മനസ്സിലാക്കുന്നത്, അതെല്ലാവർക്കും വളരെ സ്പഷ്ടമാണ്, കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ നിന്നാണ് ഓർമ്മകൾ ഉണ്ടാകുന്നത്. ഭാവിയെപ്പറ്റി ഓർമ്മയല്ല, ഭാവിയെപ്പറ്റി പ്രതീക്ഷയാണ്. വർത്തമാനകാലത്തെപ്പറ്റി ഓർമ്മയല്ല, തിരിച്ചറിവ് മാത്രമാണ്, അവയർനെസ്സാണ്. അപ്പോൾ ഓർമ്മ എന്നത് ഭൂതകാലത്തെപ്പറ്റി, കഴിഞ്ഞ കാലങ്ങളിലെ മറക്കാനാവാത്ത കാര്യങ്ങൾ, അർത്ഥവത്തായ കാര്യങ്ങൾ, വിലയേറിയ അനുഭവങ്ങളിൽ നിന്ന് ഉതിർന്നു വരുന്ന അനുഭവങ്ങൾ, അവയെ വർത്തമാനകാലത്തിൽ അനുഭവിക്കുന്നതിൻ്റെ പേരാണ് ഓർമ്മ. അതായത് ഭൂതകാലവും വർത്തമാനകാലവും തമ്മിൽ ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ സ്ഥാപിക്കപ്പെടുന്ന പാലമാണ് ഓർമ്മ എന്നതാണ് ഏറ്റവും ലളിതമായിട്ട് എനിക്ക് പറയാനുള്ളത്. എന്നാൽ നാം ഏവരും തിരിച്ചറിയുന്നൊരു കാര്യം, നമ്മുടെ ഭൂതകാലത്തിൽ ഇപ്പോൾ എനിക്ക് 75 വയസ്സുണ്ട്, നിങ്ങളിൽ ചില ആൾക്ക് 40 ആയിരിക്കും, 50 ആയിരിക്കും, 60 ആയിരിക്കും, അല്ലെങ്കിൽ 20 ആയിരിക്കും, എന്തുമായിക്കൊള്ളട്ടെ. നമുക്കെല്ലാവർക്കും ഒരു ഭൂതകാലമുണ്ട്. ഈ ഭൂതകാലത്തിൽ നിന്നാണ് ഓർമ്മയുടെ അംശങ്ങൾ
വർത്തമാനകാലത്തിൽ നാം വീണ്ടും അനുഭവിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നമ്മുടെ ഭൂതകാലത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ടായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു. നാം എത്രയോ ദിവസം ജീവിച്ചു, എവിടെയെല്ലാം പോയി, ആരെയൊക്കെ കണ്ടു, ആരോടൊക്കെ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. എന്നാൽ അതിൻ്റെ ബഹുഭൂരിപക്ഷവും ഓർമ്മയിൽ ഇടം പിടിക്കാൻ കഴിയാതെ വിസ്മൃതിയുടെ ലോകത്തിൽ എവിടെയോ മാഞ്ഞുപോയി. എന്നാൽ ചില കാര്യങ്ങൾ മറക്കാൻ കഴിയാതെ ഓർമ്മയുടെ ചക്രവാളത്തിൽ ഇപ്പോഴും ശോഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കണം. അർത്ഥവത്തായ കാര്യങ്ങൾ മാത്രമേ, നമ്മുടെ അനുഭവത്തിൽ നാം വിലമതിക്കുന്ന കാര്യങ്ങൾ മാത്രമേ, എന്ന് പറഞ്ഞാൽ അമർത്യമായ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കുകയുള്ളൂ. ഇപ്പം ഞാൻ വായിച്ചിട്ടുള്ള അനേക പുസ്തകങ്ങൾ, അവയിൽ ചില ആശയങ്ങൾ മാത്രമേ എൻ്റെ മനസ്സിൽ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ. അപ്പം എൻ്റെ ഓർമ്മകളിൽ നിലനിൽക്കുന്ന ആശയങ്ങൾ അമർത്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അമർത്യമാണ്. ഇപ്പം എൻ്റെ ജീവിതത്തിലെ നല്ല ഓർമ്മകൾ, ചില വ്യക്തികളെ പറ്റി, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം വിലമതിക്കുന്ന, ബഹുമാനിക്കുന്ന, ദൈവതുല്യമായി കാണുന്ന ചില വ്യക്തികളുണ്ട്. അവരെ പറ്റിയുള്ള ഓർമ്മകൾ, ആ ഓർമ്മകൾ അവരുടെ വ്യക്തിത്വത്തിൻ്റെ അമർത്യമായ അംശങ്ങളുമായി ബന്ധമുള്ളതാണ്. മനുഷ്യ നന്മ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യവും ഏറ്റവും വലിയ സമ്പത്തും ഏറ്റവും വലിയ അത്ഭുതവുമാണ്. അപ്പോൾ എവിടെയൊക്കെ നാം കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യൻ്റെ നന്മയുമായി ബന്ധം പുലർത്തുവാൻ, അല്ലെങ്കിൽ അത് നമ്മുടെ സമ്പർക്കത്തിൽ വരുവാൻ ഇടയായിട്ടുണ്ട്, അത് നമുക്ക് അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്, അങ്ങനെയുള്ള ഓർമ്മകൾ ഒരിക്കലും മരിച്ചു പോകുകയില്ല. എന്നാൽ വലിയ അർത്ഥമൊന്നുമില്ലാതെ നൈമിഷികമായി മാത്രം നിലനിൽപ്പുള്ള അനുഭവങ്ങൾ ഇന്ന് അതിൽ കൂടെ കടന്നുപോയി നാളെ അതിന് യാതൊരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് നാം അത് വിസ്മൃതിയുടെ ലോകത്തിലേക്ക് അതിനെ ശവസംസ്കാരം നടത്തുന്നു. ഇത് നാം തീർച്ചയായും എല്ലാവരും തിരിച്ചറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഭൂതകാലത്തെ എല്ലാ കാര്യങ്ങളും നാം ഓർക്കുന്നില്ല. ചില കാര്യങ്ങൾ സിലക്റ്റീവ് മെമ്മറി എന്ന് പറയും. എങ്ങനെയാണ് നാം അതിനെ സിലക്ട് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത്? നാം മനഃപൂർവ്വം തിരഞ്ഞെടുക്കുന്നതുമല്ല. ആ അനുഭവങ്ങളുടെ പ്രത്യേകത, അതിൽ നിലനിൽക്കുന്ന വിലയേറിയ ഘടകങ്ങൾ ഉള്ളത് കൊണ്ട് അത് മറന്നു പോകാതെ, മാഞ്ഞു പോകാതെ നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കുന്നു. അത് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതാണ് എങ്കിലും ഇപ്പോഴുള്ള നമ്മുടെ ജീവിതവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. നമുക്കിപ്പോഴും അത് പ്രയോജനവും പ്രചോദനവും നൽകുന്നു എന്നതുകൊണ്ടാണ് നാം അവയെ ഓർത്തിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങൾ. അപ്പോൾ ഓർമ്മയെപ്പറ്റി ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇത് ഞാനിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്ന ആശയം എൻ്റേതല്ല, ഹെയ്ഗലിൻ്റേതാണ്. ഹെയ്ഗൽ, അതായത് സുപ്രസിദ്ധ ജർമ്മൻ ചിന്തകനായിരുന്ന, ജർമ്മൻ ഫിലോസഫേഴ്സിൽ അതികായന്മാരായ രണ്ട് പേരാണ് ഹെയ്ഗൽ ആൻഡ് കാന്ത്. അതിൽ ഹെയ്ഗലിൻ്റെ അദ്ദേഹം പറയുന്നത് 2 തരത്തിലുള്ള ഓർമ്മകളുണ്ട്. അദ്ദേഹം കൊടുക്കുന്ന പേര് ഇവാനസെൻറ്റ് മെമ്മറി എന്നും ഇറ്റേണൽ മെമ്മറി എന്നുമാണ്. ഇവാനസെൻറ്റ് എന്ന് പറഞ്ഞാൽ നൈമിഷികം, ഇപ്പോഴുണ്ട് നാളെയില്ല, നൈമിഷികം. ഇപ്പം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, അവർ ഇന്ന് തഴച്ചു വളരുന്നതും നാളെ ഇല്ലാത്തതുമായ വയലിലെ പുല്ല് പോലെ ആയിരിക്കും. അർത്ഥശൂന്യമായി ജീവിക്കുന്നവർ അങ്ങനെയാണ്. നമ്മുടെ അർത്ഥശൂന്യമായ അനുഭവങ്ങളും അങ്ങനെയാണ്, നൈമിഷികമാണ്. ഇവാനസെൻറ്റ്, ട്രാൻസിറ്ററി, മൊമെൻ്ററി, ദാറ്റ് വിച്ച് വിൽ നോട്ട് എൻഡ്യൂർ. അതാണ് ഇവാനസെൻറ്റ് മെമ്മറി. രണ്ടാമത്തേത് ഇറ്റേണൽ മെമ്മറി, മരിക്കാത്ത അമർത്യമായ ഓർമ്മകൾ, അതുണ്ട്. അപ്പോൾ യേശു പറയുന്നു, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറയുമ്പോൾ ഇനിയും നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാകും. യേശുവിനോടുള്ള അവരുടെ ബന്ധത്തിൽ, അവരനുഭവിച്ചറിഞ്ഞതിൽ, യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത അവർ രുചിച്ചറിഞ്ഞതിൽ, അമർത്യമായ, ഒരിക്കലും അതിൻ്റെ പ്രസക്തിയും അർത്ഥവും വീര്യവും
വിലയും നശിച്ചു പോകാത്ത ചില സമ്പത്ത് അതിലുണ്ട്. അതാണ് നാം മനസ്സിലാക്കുന്നത്. അല്ലാതെ ഓർത്തു ഞാൻ 10ാം ക്ലാസ്സിൽ BH ഹൈസ്കൂളിൽ നിന്ന് പാസ്സായത് ഓർത്തു, അല്ലെങ്കിൽ ഞാൻ മൂർ കോളേജിൽ BA പഠിച്ച കാലം ഓർത്തു. അതുപോലല്ല എൻ്റെ ഓർമ്മയെന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകമായ ഓർമ്മയാണ്. അത് നാം മനസ്സിലാക്കാതെ ഈ സത്യകർമ്മത്തിൽ അല്ലെങ്കിൽ ഹോളി യൂക്കറിസ്റ്റിൽ അല്ലെങ്കിൽ ഹോളി മാസിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അത് എന്താണ്? ഇവാനസെൻറ്റ് മെമ്മറി അല്ല, ഹേഗലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഇറ്റേണൽ മെമ്മറി, എൻഡ്യൂറിങ് മെമ്മറി, ഇമ്മോർട്ടൽ മെമ്മറി, മരണമില്ലാത്ത ഓർമ്മകൾ. ഒരിക്കലും മനുഷ്യരാശി ഒരിക്കലും മറന്നു പോകരുതാത്ത കാര്യങ്ങളെ ഓർമ്മിച്ചെടുക്കുന്ന ഏറ്റവും അർത്ഥവത്തായ ഭക്തിപുരസരം നമ്മുടെ വ്യക്തിത്വത്തെ മുഴുവനും അടിയറ വെച്ച് അതിൻ്റെ ആ ഉത്തുംഗമായ ശ്രേണിയിൽ നാം ബന്ധപ്പെടേണ്ട ഒരവസ്ഥയാണ് ആ ഓർമ്മകൾ, എൻ്റെ ഓർമ്മ. അപ്പോൾ അത് പ്രധാനമായും ഏറ്റവും വ്യക്തമായി നാം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ഒരിക്കലും മനുഷ്യരാശിക്ക് പിന്തള്ളിയിട്ട് മുൻപോട്ട് പോകുവാൻ, ഉപേക്ഷിക്കാൻ കഴിയാത്ത മനുഷ്യരാശി ഏതെല്ലാം കാലം ഈ ഭൂമിയുടെ പരപ്പിലുണ്ട്, ആ കാലം അത്രയും ഓർമ്മിപ്പിക്കപ്പെടേണ്ട, ഒരിക്കലും മറന്നുകൂടാത്ത അമർത്യമായ ചില ഓർമ്മകൾ, എൻ്റെ ഓർമ്മകൾ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അങ്ങനെയുള്ള വലിയ അനുഭവങ്ങളുടെയും സാധ്യതകളുടെയും വ്യക്തിത്വമുള്ള യേശുവാണ് പറയുന്നത്, ഇതെൻ്റെ ഓർമ്മയ്ക്കായി. ഇപ്പം ഞാൻ നിങ്ങളെ 10 പേരെ വിളിച്ചിരുത്തി ഒരു മോഡേൺ ബ്രെഡ് വാങ്ങിച്ച് മുറിച്ചിട്ട് പറയുകയാണ്, ഇതെൻ്റെ ഓർമ്മയ്ക്കായി തിന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം ആ ഓർമ്മയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അപ്പം മുറിച്ചു എന്നതൊന്നുമല്ല. ഇപ്പം കത്തോലിക്ക സഭ അപ്പം മുറിച്ചു, അത് അപ്പം ഉടനെ ഈശോയുടെ ശരീരം, ഇതൊക്കെ യാതൊരു വിവരമില്ലാത്ത ആളുകൾ, അർത്ഥമറിയാൻ വയ്യാത്ത ആളുകൾ നടത്തുന്ന മാമാങ്കങ്ങളാണ്. പക്ഷെ ഇതിൽ പെട്ടുപോയി ജനം അധപ്പതിച്ചു പോകുന്നല്ലോ എന്ന ദുഃഖത്തിലാണ് ഞാൻ ഈ അന്വേഷണം നടത്തുന്നതും അതിൽ കൂടെ തെളിഞ്ഞു വരുന്ന കാര്യങ്ങൾ ഏറ്റവും ലളിതമായി തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ഈ തത്രപ്പെടുന്നത്. നിങ്ങളതിൽ താല്പര്യത്തോടെ ശ്രദ്ധാപൂർവം പങ്കെടുക്കുന്നതിലുള്ള എൻ്റെ സന്തോഷവും നന്ദിയും വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. കാരണം അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു അനുഭവം, ഒരു ദൗത്യവുമാണ് എന്നതുകൊണ്ട് തന്നെ. അപ്പം ഇനിയും മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് ഓർമ്മയെ പറ്റിയാണ്. എല്ലാ ഓർമ്മകളും അനുഭവങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ്. അനുഭവിക്കാത്ത ഓർമ്മകളില്ല. 2 തരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. പ്രത്യക്ഷമായ അനുഭവങ്ങളുണ്ട്, പരോക്ഷമായ അനുഭവങ്ങളുണ്ട്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പീരിയൻസ്. ഇപ്പം ഞാൻ ഒരു യാത്രാ വിവരണം വായിക്കുമ്പോൾ ഒരു വ്യക്തി മറ്റൊരു രാജ്യത്ത് മറ്റൊരു സംസ്കാരത്തിൽ പോയി അവിടെ കണ്ട കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഒരു ഫ്രഞ്ച് എഴുത്തുകാരനായ അലക്സിസ് ദെ തോക്വിൽ, അദ്ദേഹം അമേരിക്ക സന്ദർശിച്ചപ്പോൾ അവിടെ കണ്ട കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി എഴുതി വെച്ചിട്ടുണ്ട്. ഹുയാൻ സാങ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ യാത്രാ വിവരങ്ങൾ വളരെ പ്രസക്തമാണ്. മലയാളത്തിൽ SK പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരങ്ങൾ വളരെ പ്രസക്തമാണ്. അങ്ങനെ അനേക യാത്രകൾ നമുക്കറിയാം. ഓർത്തഡോക്സ് സഭയിലെ നാം ഏവരും വളരെ സ്നേഹിക്കുന്ന പരിമല കൊച്ചു തിരുമേനി, അദ്ദേഹം യെരുശലേമിൽ പോയ എൻ്റെ ഊർശലേം യാത്ര എന്ന യാത്രാ വിവരണം, അതിൽ കൂടെ നാം പ്രാപിക്കുന്ന, ഞാൻ എന്താണ് പറയുന്നത്, വിശുദ്ധ നാട്ടിൽ പോയിട്ടില്ല, ഞാൻ യെരുശലേമിൽ പോയിട്ടില്ല, ഞാൻ ഹോളി ലാൻഡിൽ പോയിട്ടില്ല. അപ്പോൾ എനിക്കതിനെപ്പറ്റിയുള്ള അറിവ് കുറച്ചുകൂടെ വ്യക്തമാക്കാൻ പരിമല തിരുമേനിയുടെ ഊർശലേം യാത്ര, അതായത് യെരുശലേമിലേക്കുള്ള യാത്ര എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണം, അത് മനോഹരമായ പുസ്തകമാണ്, നിങ്ങൾ വായിക്കേണ്ടതാണ്. ഞാൻ അതിനെപ്പറ്റി ഒരു ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓർത്തഡോക്സുകാർക്ക് എന്നോട് ചില കലിപ്പ് തോന്നിക്കും. സാരമില്ല, നമ്മളെല്ലാവരും ഈ വഴിയെ നടക്കേണ്ടവരാണല്ലോ. അപ്പോൾ അത് നിങ്ങൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രാപിക്കുന്ന അനുഭവങ്ങൾ, അത് നിങ്ങൾ വ്യക്തിപരമായി അറിഞ്ഞതല്ല, മറ്റൊരു വ്യക്തിയിൽ കൂടെ പ്രാപിച്ചാണ്. അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പീരിയൻസ് പറയുന്നത്. ഏതായാലും ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അതിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, അനുഭവം ഉണ്ടായിരിക്കും. അനുഭവം ഒന്നിൽ പ്രത്യക്ഷമായിരിക്കും, പരോക്ഷമായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ യേശുവുമായുള്ള വ്യക്തിപരമായ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യേശു അവരോട് പറയുന്നത്, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരാൾ ഒരപ്പക്കഷ്ണം നമ്മുടെ വായിലിട്ടുകൊണ്ട് പറയുകയാണ്, ഇതെൻ്റെ ഓർമ്മയ്ക്കായി നീ കഴിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ചിരിച്ച് നമ്മുടെ ഊപ്പാട് വരും. ഞാനിത് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ അവഗണിച്ച് കിടക്കുന്നത് കൊണ്ടാണ്. ഞായറാഴ്ച പോയി സമയമാകുമ്പം കത്തനാരുടെയോ മെത്രാൻ്റെ മുമ്പിൽ വിളിച്ച് എൻ്റെ അപ്പക്കഷ്ണം പിഴുങ്ങി തിരിച്ചു വരുന്ന സുറിയാനി ക്രിസ്ത്യാനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തിരിച്ചറിയാതെ പോകുന്നതിൽ വലിയ സങ്കടമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയുകയാണ്. അപ്പം നമ്മുടെ ഓരോ ഓർമ്മകളും ഏറ്റവും അർത്ഥവത്തായ ഓർമ്മകൾ, മരിക്കാത്ത ഓർമ്മകൾ അപ്രകാരമുള്ള അമർത്യമായ അനുഭവങ്ങളിൽ കൂടെ ഉടലെടുത്തതാണ്. ഇതാണ് നാം മൂന്നാമതായി അറിയേണ്ട കാര്യങ്ങൾ. അത് യേശുവുമായുള്ള അവരുടെ വ്യക്തിപരമായ ബന്ധത്തിൽ കൂടെ അവർക്ക് ലഭിച്ച വലിയ സമ്പത്താണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് യേശു പറയുന്നത്, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ഇനി പൗലോസ് അപ്പോസ്തലൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ നമുക്കറിയാം, ഈ യൂക്കറിസ്റ്റിനെ പറ്റി അല്ലെങ്കിൽ സത്യകർമ്മത്തെ പറ്റി അല്ലെങ്കിൽ മാസിനെ പറ്റി, ദിവ്യബലിയെ പറ്റി ഏറ്റവും ആധികാരികമായി എഴുതിയിട്ടുള്ളത് പൗലോസ് അപ്പോസ്തലനാണ്, സെയിൻറ്റ് പോളാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ജീവിക്കുന്ന ക്രിസ്തു അത്രേ. ഇറ്റ്സ് നോ ലോങ്ങർ ഐ ഹു ലിവ് ബട്ട് ക്രൈസ്റ്റ് ഹു ലിവ്സ് ഇൻ മീ. ഇതാണ്. അപ്പോൾ അത്രമാത്രം പൗലോസ് അപ്പോസ്തലന് വ്യക്തിപരമായി ഡയറക്റ്റായി യേശുവുമായി അനുഭവത്തിൻ്റെ അവസ്ഥയിൽ വരാനുള്ള ഭാഗ്യം സിദ്ധിച്ചില്ല എങ്കിൽ തന്നെയും ആത്മാവിൽ അവനോട് ഒന്നായി തീർന്നത് കൊണ്ട് യേശുവിനെ ആ തലത്തിൽ വ്യക്തിപരമായി അറിഞ്ഞ് അതിൽ കൂടെ യേശുവിൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിച്ച് ഈ സദ്വർത്തമാനം, ഈ സുവിശേഷം, ഈ നല്ല വാർത്ത മറ്റുള്ളവരിലേക്ക് അറിയിക്കാനായി താൻ നടത്തിയ തത്രപ്പാട് യേശുവിനോടുള്ള വിധേയത്വത്തിലും പങ്കാളിത്തത്തിലുമായിരുന്നു എന്നതുകൊണ്ട് അതിൽ കൂടെ ഉടലെടുത്ത എല്ലാ അനുഭവങ്ങളും യേശുവിനെ വ്യക്തിപരമായി അറിയുന്നതിൽ കൂടെ സിദ്ധിച്ച, നേടിയെടുത്ത അനുഭവങ്ങൾക്ക് തുല്യമാണ്. അതുകൊണ്ട് നമുക്കും നമ്മൾ ആദ്യത്തെ അപ്പോസ്തലന്മാരുടെ ഗണത്തിൽപ്പെട്ടവരല്ല എങ്കിലും ഈ കാലത്തും യേശുവിനോടുള്ള പങ്കാളിത്തത്തിൽ നാം പ്രവർത്തിച്ചാൽ അപ്രകാരമുള്ള അമർത്യമായ ഓർമ്മകൾ നമ്മുടെ ഓഹരിയായിരിക്കും എന്നത് നമ്മെ ഏവരെയും വളരെ അധികം ആശ്വസിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ആത്മധൈര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ പര്യാപ്തമാണ് എന്നീ സമയത്ത് ഹ്രസ്വമായി ഒന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം ആ ഒരു അനുഭവത്തിൽ കൂടെ ഒരു വ്യക്തി പ്രാപിക്കുന്ന ഓർമ്മകൾ അത് നിലനിർത്തണം. ആ അനുഭവങ്ങളിൽ കൂടെ അനുഭവങ്ങളിൽ പ്രവേശിച്ച് നാം നേടിയെടുക്കുന്ന ഓർമ്മകൾ. അപ്പോൾ സക്രമം എന്തായിരിക്കണം? ഇപ്രകാരമുള്ള അനുഭവങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് ധൈര്യവും പ്രേരണയും ഊർജവും നൽകുന്ന അനുഭവമായിട്ട് വേണം ഈ സത്യകർമ്മത്തെ അല്ലെങ്കിൽ യൂക്രിസ്റ്റിനെ അല്ലെങ്കിൽ കുർബാനയെ അല്ലെങ്കിൽ ദിവ്യബലിയെ നാം കൈക്കൊള്ളേണ്ടത്. അല്ലാതെ ഞായറാഴ്ച തോറും നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ആനുകൂല്യമാണ് എന്ന് പറഞ്ഞിട്ട് അതിന് യാതൊരു വിലയുമില്ല. യേശുവിനോടുള്ള പങ്കാളിത്തത്തിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും, അങ്ങനെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സ്വായത്തമാകുന്ന അമർത്യമായ അനുഭവങ്ങളുടെ ആവർത്തനം, അതിനെ കാത്തു സൂക്ഷിക്കാനുള്ള അവസ്ഥയിലേക്ക് നമ്മെ ആക്കി തീർക്കാനായി നൽകപ്പെട്ടിരിക്കുന്ന ആത്മീകമായ പോഷണമാണ് ഈ സത്യകർമ്മം അല്ലെങ്കിൽ കുർബാന അല്ലെങ്കിൽ ദിവ്യബലി എന്നുള്ളത്. 100% മറന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്രകാരമുള്ള വചന അധിഷ്ഠിതമായ ആ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ വിശദീകരണങ്ങൾ നൽകുവാൻ ഞാൻ നിർബന്ധിതനായിത്തീരുന്നു. അതുകൊണ്ട് ഇനി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലവിധമായ ഓർമ്മകളുണ്ട്. ഇപ്പം എനിക്കുള്ള ഒരു വലിയ അനുഗ്രഹം, വലിയ ഓർമ്മകളുണ്ട്. ഇപ്പോഴെൻ്റെ ജീവിതം ധന്യമാകുന്നത് ഓർമ്മകളിൽ കൂടെയാണ്. ഞാൻ ഒരു 25 വർഷത്തോളം ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്ന മഹാസ്ഥാപനത്തിൽ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച, അനേക തലത്തിൽ പ്രവർത്തിച്ച അനുഭവങ്ങളുണ്ട്. ആ ഓരോ ഓർമ്മകൾ അത് മരിച്ചു പോകാതെ കാത്തു സൂക്ഷിക്കുക എന്നത് എൻ്റെ സന്തോഷവും ഉള്ളിലെ സമ്പത്തുമാണ്. അതുപോലെ തന്നെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഞാൻ ഏതാണ്ട് 43 വർഷം സേവനം അനുഷ്ഠിച്ചതിൽ കൂടെ അർത്ഥവത്തായ അനേക ഓർമ്മകൾ.
അതുപോലെ ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനായി, സോഷ്യൽ ആക്ടിവിസ്റ്റായി ഈ രാജ്യത്തെ പല പല സംസ്ഥാനങ്ങളിൽ പലപ്പോഴും ജീവൻ അപകടപ്പെടുത്തി സേവനം ചെയ്ത അനേക അനുഭവങ്ങൾ അതെൻ്റെ ജീവിതത്തിൻ്റെ സമ്പത്താണ്. എന്നാൽ അതല്ലാതെ എൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും അർത്ഥശൂന്യമായ, ഓർത്തിരിക്കാൻ ഒരു വകയുമില്ലാത്ത ദിനചര്യയിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോയി എന്നതും ഈ സമയത്ത് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. ഞാനിത് എന്തുകൊണ്ട് പറയുന്നതെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന യുവതീ യുവാക്കന്മാർ അവരുടെ ജീവിത ദർശനത്തിൽ ഇപ്രകാരമുള്ള ഒരു പ്രത്യേക താല്പര്യം നിലനിർത്താൻ അവർ കൂട്ടാക്കണം. അവരുടെ യുവത്വത്തിൽ തന്നെ അർത്ഥവത്തായ അനുഭവങ്ങളിലേക്ക് കടന്നു ചെന്ന് ഭാവിയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇങ്ങനെയാണ് സമ്പാദിക്കുന്നതെന്ന് മനസ്സിലാക്കി അർത്ഥവത്തായി ജീവിക്കാൻ അവർക്കിടയാകട്ടെ എന്ന പ്രാർത്ഥനയും ഈ ധ്യാനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നാം എന്തിനെ തിരഞ്ഞെടുക്കണം, നാം എവിടെ ആയിരിക്കണം, നാം എപ്രകാരം പ്രവർത്തിക്കണം, നാം എന്തിനു വേണ്ടി ഓടണം എന്നത് നാം തീരുമാനിക്കുമ്പോൾ ഈ ഒരു സാക്രമെൻ്റൽ കൺസിഡറേഷൻ അതിനകത്ത് നമ്മെ വഴി നടത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഇനിയും വേറൊരു ഭാഗം കൂടെ ഓർത്തുകൊണ്ട് ഞാൻ ഈ ഭാഗം അധികം ദീർഘിപ്പിക്കാൻ താല്പര്യമില്ലാത്ത, നമുക്കറിയാം യേശു പഠിപ്പിച്ചൊരു വളരെ ലോകത്ത് മുഴുവനും പ്രശസ്തമായ രൂപമാണ് നഷ്ടപ്പെട്ടു പോയ മകൻ്റെ രൂപം, അല്ലെങ്കിൽ മുടിയനായ പുത്രൻ്റെ രൂപമാണ്. അവിടെയും ഓർമ്മയ്ക്കൊരു വലിയ സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഇളയ മകൻ അവന് കിട്ടിയ ഓഹരിയൊക്കെ വിറ്റ് കാശാക്കി ദൂരദേശത്തേക്ക് പോയി, അതെല്ലാം ധൂർത്തടിച്ച് കളഞ്ഞു. അവസാനം അങ്ങ് തകർച്ചയുടെ നെല്ലിപ്പലൊക്കെ കണ്ട് പന്നികൾ കഴിക്കുന്ന വാളവയർ കൊണ്ടുപോലും അവർ വിശപ്പടക്കാൻ വയ്യാത്ത അവസ്ഥയിലായപ്പോൾ അതിമനോഹരമായൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അവൻ ഓർമ്മ വന്നു, അവനൊരു ഭവനം ഓർമ്മ വന്നു എന്ന് പറയുകയാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ലോകത്തിൽ വളർത്തുന്നു. വളരെ അപകടമേറിയ ലോകത്തിലാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ എപ്പോഴും നമ്മുടെ വീട്ടിൽ അടച്ചൊന്നും നമുക്ക് നിർത്താൻ സാധ്യമല്ല. അവർ ലോകത്തിൽ പോകേണ്ടവർ തന്നെയാണ്. എന്നാൽ അങ്ങനെ പോകുമ്പോൾ അവർ എന്നെങ്കിലും ഭവനത്തിലേക്ക് മടങ്ങി വരത്തക്കവണ്ണം, അവരേത് അവസ്ഥയിലേക്ക് കടന്നു പോയാലും അവർ ഒരു കാലത്ത് ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ അവരെ സഹായിക്കുന്ന വിധത്തിലുള്ള ഓർമ്മകൾ അവർക്ക് പ്രദാനം ചെയ്യാൻ അവരെ വളർത്തുന്ന അവസ്ഥയിൽ കൂടെ നിങ്ങൾ കരുതണം. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സംഭാവന, അതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ എന്ന് യേശുവിൻ്റെ ഉപമയുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ ഈ ഒരു ഓർമ്മ ആ ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ മരണത്തിനും ജീവനും തമ്മിലുള്ള വ്യത്യാസത്തെ അളക്കാൻ, ഇറ്റ് മേക്സ് ഓൾ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത് ഇൻ ദ ലൈഫ് ഓഫ് ദാറ്റ് യങ് മാൻ. അവൻ ആ സമയത്ത് അവൻ്റെ നല്ല ഭവനത്തെപ്പറ്റിയും അവന് വേണ്ടി കാത്തിരിക്കുന്ന സ്നേഹനിധിയായ അപ്പൻ്റെ ഓർമ്മയില്ലായിരുന്നുവെങ്കിൽ അവൻ അവിടെ വീണ് മരിച്ചു പോകുമായിരുന്നു. അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നൊരു വിഷയമാണ് ഓർമ്മ എന്നുള്ളത്. അതുകൊണ്ടാണ് ഈശ്വരൻ നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി വിളിച്ച കൊച്ചു കാര്യമൊന്നുമല്ല. ഇതിൻ്റെ ആശയ ഗാംഭീര്യം അറിഞ്ഞുകൊണ്ട് നാം അതിൽ പങ്കെടുക്കുമ്പോൾ അതൊരു പ്രത്യേക അനുഭൂതിയായി മാറും എന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ഓർമ്മകൾ എത്ര ധന്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകൾ എത്ര സമ്പൽ സമൃദ്ധമാകണമെന്ന് നാം എപ്പോഴെങ്കിലും കൂട്ടാക്കിയിട്ടുണ്ടോ? നാം ഇപ്പോൾ ജീവിക്കുമ്പോൾ, ചോരയും നീരുമൊക്കെ ഉള്ളപ്പോൾ, ആരോഗ്യവും ഊർജവുമൊക്കെ ഉള്ളപ്പോൾ, നാം നമുക്ക് ഇഷ്ടം പോലൊക്കെ ജീവിക്കുമ്പോൾ, നമ്മുടെ വഴിയെ സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ പോകുന്ന വഴിയെ നടക്കുമ്പോൾ, നാം നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ഓർമ്മകൾ എത്ര ധന്യമായിരിക്കും? ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ അവശേഷിക്കുന്ന ഒരേ ഒരു നിധി, ഒരേ ഒരു സമ്പാദ്യം ഓർമ്മകൾ മാത്രമാണ്. ഓർമ്മകളാണ്. അത് ധന്യമായ ഓർമ്മകളുടെ വലിയ അനന്തമായ ഒരു സദ്യ നമ്മുടെ സായങ്കാലത്ത് നമ്മുടെ ജീവിതത്തെ നിരന്തരം പോഷിപ്പിച്ചുകൊണ്ടേയിരിക്കട്ടെ. അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ ഒരു പ്രേരണയായിട്ട് വേണം യേശുവിൻ്റെ ശരീര രക്തങ്ങളെ കൈക്കൊള്ളുവാൻ. അവൻ യുവാവായിരുന്നപ്പോൾ തന്നെ
മനുഷ്യരാശിക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഓർമ്മകൾ നൽകിക്കൊണ്ടാണ്, സംഭാവനയെ നൽകിക്കൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് സ്വർഗാരൂഢനായത് എന്ന് മറന്നു പോകരുത്. ആ ഒരു വ്യക്തിത്വത്തിന് മാത്രമേ നിങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറയാനുള്ള അവകാശമുള്ളൂ. ബാക്കിയുള്ളവരുടെ വായിൽ കൂടി ഇത് വന്നാൽ അയ്യേ, ഒരു വല്ലാത്തൊരു അനുഭവമാണ്. ഇത് പ്രത്യേകിച്ച് മെത്രാന്മാരും കത്തനാന്മാരും മനസ്സിലാക്കണം. ചുമ്മാതെ 5.5 മീറ്റർ തുണി ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളോടുള്ള ബന്ധത്തിൽ വിശ്വാസജനം അമർത്യമായ ഓർമ്മകൾ പ്രാപിപ്പാൻ ഇടയാകട്ടെ. അപ്രകാരമുള്ള വ്യക്തിത്വം ആർജിക്കുവാൻ നിങ്ങൾ പ്രത്യേകം കൂട്ടാക്കണം. അതിനുവേണ്ടിയാണ് ഈശോരെ നിങ്ങൾ വസിപ്പിച്ച് ഞാൻ നിങ്ങളിൽ വസിക്കാം, അങ്ങനെയെങ്കിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും. ഈ ഫലത്തിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, നിങ്ങളെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകും. 2ാമത്തെ ഫലം ഇപ്രകാരമുള്ള ഓർമ്മകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഗുണമുണ്ടാകും. പ്രത്യേകിച്ച് വരും കാലങ്ങളിൽ ഓർമ്മകളുടെ രാജാക്കന്മാരായി, ഓർമ്മയിലെ രാജാക്കന്മാരെന്നല്ല ഞാൻ പറഞ്ഞത്, ഓർമ്മകളുടെ രാജാക്കന്മാരായി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സായാഹ്നത്തിൽ അഭിമാനത്തോടെ, സംതൃപ്തിയോടെ, സന്തോഷത്തോടെ വസിക്കാൻ, നിങ്ങളുടെ നാളുകൾ കഴിക്കാൻ ഇടയാകും. അപ്രകാരമുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.